നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെയായിരുന്നു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായത്. ഉത്സവാന്തരീക്ഷം പകർന്നു നൽകിയായിരുന്നു പ്രവേശനോത്സവം നടത്തിയത്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു എങ്ങും പ്രവേശനോത്സവം ഒരുക്കിയത്. തെളിഞ്ഞ പ്രഭാതത്തിലായിരുന്നു വിദ്യാലയങ്ങൾ കുട്ടികളെ വരവേറ്റത്. എങ്ങും പ്രവേശനോത്സവം വർണ്ണാഭമായി. രക്ഷിതാക്കൾക്കൊപ്പം വലിയ സന്തോഷത്തോടെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയത്. മധുരം നൽകിയും പൂച്ചണ്ട് നൽകിയുമെല്ലാം നവാഗതരെ വരവേറ്റു. പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഉത്സവാന്തരീക്ഷം പകർന്നു നൽകുന്നതായി പ്രവേശനോത്സവം മാറി. ഇത്രയും പൊതുനുമെല്ലാം കുട്ടികളെ വരവേറ്റ് സ്കൂൾ അങ്കണത്തിൽ നിറഞ്ഞാടി. തുറന്നു നടന്ന ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ സഫാനിസ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ പി മുഹമ്മദ് ഷെഫീഖ് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ പി ടി മൊയ്തീൻകുട്ടി, ഷംസുദ്ദീൻ, കെ പി ലത, പി എം കൃഷ്ണൻ, കെ ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാം ഭയങ്കര ഒരു രസമുള്ള അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വെക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞോമന മക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. തൃത്താല കുമ്പടി ഉമ്മത്തൂരിൽ ഇടിമിന്നലേറ്റ വീടിന്റെ ചിമ്മിനിക്കൂട് തകർന്നു. വീട്ടുകാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. കുമ്പിടി ഉമ്മത്തൂർ കുണ്ടുകാട്ടിൽ ചന്ദ്രന്റെ വീടിന്റെ അടുക്കള ഭാഗത്തിന് മുകളിലുള്ള ചിമ്മിനിക്കൂടിന്റെ ചുമരാണ് തകർന്നത്. ഞായറാഴ്ച രാത്രി 9 പ്രദേശത്ത് പെയ്ത ശക്തമായ മഴയ്ക്കും കാറ്റിനുമിടെയുണ്ടായ ഇടിമിന്നലാണ് അപകടത്തിന് കാരണമായത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ചിമ്മിനിക്കൂടിന്റെ ചുമർ വിണ്ടുകീറി ഭാഗികമായി തകർന്നു വീഴുകയായിരുന്നു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. സ്ഫോടന സമാനമായ ശബ്ദം കേട്ട് അടുക്കള ഭാഗത്ത് വന്നു നോക്കിയപ്പോഴാണ് ചിമ്മിനിക്കൂടിന്റെ ഭിത്തി വിണ്ടുകീറി തെറിച്ചു കിടക്കുന്ന നിലയിൽ കാണുന്നത്. ചുമർ തകർന്നതോടെ വീടിനും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആളപായമില്ലാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും. നിലവിൽ മഴ ദുർബലമാണെങ്കിലും വൈകുന്നേരം സമയങ്ങളിൽ തൃത്താല മേഖലയിൽ കനത്ത ഇടിമിന്നലാണ് അനുഭവപ്പെടുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പും വ്യാപാര ഭവനിൽ തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഹമ്മദ് ഉണ്ണി അധ്യക്ഷനായി. SSLC, +2 മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ ആദരിച്ചു. പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ TP മുഖ്യ വരണാധികാരിയായി. ജനറൽ സെക്രട്ടറി ഷബീർ PI, ട്രഷറർ ബിനോയ് ഡേവിഡ്, രക്ഷാധികാരി ഇബ്രാഹിം കുട്ടി, വൈസ് പ്രസിഡന്റ് CB മണികണ്ഠൻ, സെക്രട്ടറി റഫീഖ് വാസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. 2026-28 വർഷത്തെ ഭാരവാഹികളായി MM അഹമ്മദുണ്ണി പ്രസിഡന്റ്, PI ഷബീർ ജനറൽ സെക്രട്ടറി, ബിനോയ് ഡേവിഡ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് സുരക്ഷിത യാത്രയ്ക്കുള്ള വഴിയായതിന്റെ സന്തോഷത്തിലാണ് പട്ടാമ്പി പെരുമുടിയൂർ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും നാട്ടുകാരും. ഇവരുടെ ഏറെക്കാലത്തെ ആവശ്യമായ റെയിൽവേ അടിപ്പാത ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു നാടിന്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ അധ്യയന വർഷം മുതൽ കുട്ടികൾക്ക് സുരക്ഷിതമായി ഇനി കടന്നു പോകാം. സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്ന റെയിൽവേ അടിപ്പാത ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വർഷങ്ങളായി ഭീതിജനകമായ യാത്രയാണ് വിദ്യാലയത്തിലേക്ക് അധ്യാപകരും കുട്ടികളും ഇരു പ്രദേശങ്ങളിലേക്കുള്ള നാട്ടുകാരും ഇതിലൂടെ കടന്നുപോയത്. ഷൊർണൂർ കോഴിക്കോട് പാത ഇരട്ടിപ്പിച്ചതോടെ
2 റെയിൽപാളങ്ങൾ മുറിച്ചു കടന്നു വേണം ഇരുഭാഗങ്ങളിലേക്കും കുട്ടികളടക്കമുള്ളവർക്ക് ഇതിലൂടെ കടന്നു പോകുവാൻ. നിരവധി അപകട മരണങ്ങളും ഇത് ഇടവരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു നാട്ടുകാർ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള മുറവിളി കൂട്ടിയത്. ഒടുവിൽ റെയിൽവേ തന്നെ അടിപ്പാത നിർമ്മിക്കുവാൻ രംഗത്തെത്തുകയായിരുന്നു. 95.36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 14 മീറ്റർ നീളവും 1.85 മീറ്റർ ഉയരവും 2.5 മീറ്റർ വീതിയുമുള്ളതാണ് അടിപ്പാത. 1987 ഈ വിദ്യാലയം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ റെയിൽവേ അടിപ്പാത വേണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറമാണ് ഈ ആവശ്യം യാഥാർത്ഥ്യമായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെല്ലാം ഇത് വലിയ സന്തോഷമാണ് പുതിയ അധ്യയന വർഷത്തിൽ പകർന്നു നൽകുന്നത്. നല്ല സൗകര്യമായി ഞങ്ങൾക്ക് പേടിക്കാതൊക്കെ രക്ഷിതാക്കൾക്ക് വിടാനായി. കുറെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് ഉണ്ടാക്കിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി കുറേ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും, അത് കാരണം ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ആദ്യമൊന്നും ഇങ്ങനെയൊക്കെ കാരണം ഇതിന് കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്ന ഇപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സൗകര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഇതൊരു സ്വപ്നമായിരുന്നു, അതിപ്പോൾ ഈ 75 വയസ്സിൻ്റെ ഉള്ളിൽ പൂർത്തീകരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കൂടി പാലം പോകുന്നത് ഇത് പറഞ്ഞപ്പോഴും സമാധാനമായത്. ഇപ്പോൾ മോനിവിടെ പുതിയതായിട്ട് ചേർത്തിക്കുക. കുട്ടികളുടെ ദുരിതം തീർന്ന വലിയ കാര്യമാണ്. 2-3 കുട്ടികൾ ഇവിടെ റെയിൽ മുറിച്ചെടുക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാക്കുന്ന ഈ ശ്രീധരൻ്റെ സഹകരണവും എംപിയുടെ സഹകരണത്തിലാണ് ഇതിപ്പോൾ അങ്ങനെയൊക്കെ ആയി കിട്ടിയത്. അത് വലിയൊരു കാര്യമാണ്. കാലാകാലങ്ങളായി കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും അനുഭവിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു ഈ റെയിൽവേ പാത. അതിനൊരു വിരാമം വന്നിരിക്കുകയാണ് ഇന്ന്. എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും യാതൊരു ഭയവുമില്ലാതെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാവുന്നതാണ്. ഇനി എല്ലാവർക്കും പെരുമുടി ഒരു സ്കൂളിലേക്ക് സ്വാഗതം. സ്കൂൾ PTOയുടെ നേതൃത്വത്തിലും റെയിൽവേ അടിപ്പാതയ്ക്ക് വേണ്ടി വലിയ പരിശ്രമം നടത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ സംഘടനകളും മറ്റും നിരന്തരം റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. MP, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തുകയുണ്ടായി. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്ഥാപനമാണ് ഈ ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറിയിലെ കീഴിലുള്ളത്. ഇതിൻ്റെ കീഴിൽ തന്നെ നമ്മൾ പട്ടാമ്പി ഗവൺമെൻറ് കോളേജും. എന്തായാലും വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കിത്. സത്യത്തിൽ ഇതിന് പണി പൂർത്തിയായിട്ടില്ല എങ്കിലും കുട്ടികൾക്ക് നടക്കാൻ ഇന്ന് അവർ തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം മഴ ഉള്ളത് കാരണം തുറന്നു കൊടുക്കാൻ വളരെ നടന്നു പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിന്ന് താൽക്കാലികമായിട്ടുള്ള തുറന്നു ബാക്കി ടൈലെല്ലാം പതിച്ച് വൃത്തിയായി അടുത്ത മാസത്തോടുകൂടി ഇതിൻ്റെ ഓപ്പണിംഗ് നടക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് എല്ലാവരും എന്താ പറയണമെന്ന് അറിയണില്ല, അത്രയും വലിയൊരു സന്തോഷം. കഴിഞ്ഞ മാർച്ചിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ഒരു വർഷത്തിനിപ്പുറം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി അടിപ്പാത തുറന്നു കൊടുത്തിരിക്കുകയാണ്. മെട്രോമാൻ E. ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയുണ്ടായി. ഈ ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് റെയിൽവേ പാളം മുറിച്ച് കടന്ന് സ്കൂൾക്ക് വരിക എന്നുള്ളത്. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികൾ റെയിൽവേ പാളം മുറിച്ച് കടന്ന് സ്കൂൾക്ക് വരുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് റെയിൽവേ അടിപ്പാത നമുക്ക് അനുവദിച്ച് കിട്ടിയുള്ളത്. 2022 ഒക്ടോബർ മുതൽ നിരന്തരമായുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, പ്രത്യേകിച്ച് DRM പോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ ശ്രീധരൻ സാറിനെ പോലത്തെ ആളുകളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ ഈ അടിപ്പാത അനുവദിച്ചു കിട്ടാൻ ഉണ്ടായിട്ടുണ്ട്. കൂട്ടായ പരിശ്രമമാണ് ഇപ്പോൾ ഇത്തരമൊരു ആവശ്യം യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിലുള്ളത്. ഏതാനും ചില അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. അതേസമയം പുതിയ അധ്യയന വർഷം തുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ അടിപ്പാതയിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. പട്ടാമ്പി ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തിയത്. ഹൈസ്കൂളിലെ UP വിഭാഗത്തിലായിരുന്നു ഔപചാരികമായ ഉദ്ഘാടനം നടന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉപജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞുമക്കൾ അങ്ങനെയല്ലേ, അങ്ങനെ എത്തിയതാണ് ഈ കേരളത്തിലുടനീളം. അത് നിങ്ങൾ കൊച്ചുകുട്ടികൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ജില്ലയിൽ 990 സ്കൂളുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ആ സ്കൂളുകളിലൊക്കെ ഇതേപോലുള്ള ഉത്സവങ്ങൾ നടക്കുക. എന്താ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ തന്നെ. നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി
നമ്മുടെ സംസ്ഥാനത്താണ് സ്കൂൾ തുറക്കുന്ന ദിവസം ഇത്തരത്തിലുള്ള ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ രക്ഷിതാക്കൾക്കൊക്കെ നല്ല വേവലാതിയിലായിരുന്നു പല ദിവസങ്ങളിലും സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പേ. എൻ്റെ കുട്ടിയെ എങ്ങനത്തെ വിദ്യാഭ്യാസം കൊടുക്കണം? ഒരു 3.5 വയസ്സായാൽ തന്നെ നമ്മുടെയൊക്കെ രക്ഷിതാക്കളുടെ, നമ്മുടെ അച്ഛനും അമ്മയുടെ ഒക്കെ ഉള്ളിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ എങ്ങനെ പഠിപ്പിക്കണം, എത്ര നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിപ്പെട്ടിരിക്കുകയാണ്. അതൊന്നും തന്നെ തുടങ്ങിയ കാര്യമല്ല, വളരെ പഴക്കമുള്ളതിന്. നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ സംഘടിച്ച് ശക്തരാവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും നമുക്കൊക്കെ ആഹ്വാനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചു വരുന്നതാണ്. വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ആരോഗ്യരംഗം തുടങ്ങിയ സേവന മേഖലയിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നന്നായി നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂൾ തുറക്കുന്ന ദിവസം കുഞ്ഞുങ്ങൾക്ക് ആഘോഷമാണ്, അധ്യാപകർക്ക് ആഘോഷമാണ്, രക്ഷിതാക്കൾക്ക് ആഘോഷമാണ്. ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് ഇന്ന് പ്രവേശനോത്സവം എന്ന പേരിൽ നമുക്കൊക്കെ ഇവിടെയൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് കൊപ്പം ഹൈസ്കൂളിൽ പോയി വളരെയേറെ ഗംഭീരമായ ഉത്സവമായിട്ടാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പട്ടാമ്പി ഹൈസ്കൂളിൽ, അതുപോലെ തൊട്ടടുത്തുള്ള LP സ്കൂളിലൊക്കെ വലിയ വലിയ ആഘോഷങ്ങളായി ഇത് നടത്തുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കുഞ്ഞുങ്ങളോട് ദീർഘമായിട്ട് സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കില്ല. അവിടെ രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരുടെ സർവതോമുഖമായ വളർച്ച, അവരെ എങ്ങനെ അവരുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ലത് കണ്ടെത്തുക, ആ നല്ലത് കണ്ടെത്തി അവരെ ഈ സമൂഹത്തിൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ അധ്യക്ഷനായിരുന്നു. AEO KT സുമതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ NT അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM മുസ്തഫ, പ്രധാനാധ്യാപിക E നിഷ, PTA പ്രസിഡന്റ് P ബൈജു, മറ്റു ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, SMC ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായ T അരവിന്ദാക്ഷൻ, N ജ്യോതി പ്രകാശ് എന്നിവർക്ക് പ്രവാസി കോൺഗ്രസ് ആദരവ് നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷംസു കൂറ്റനാട് ഇരുവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ദീർഘകാല പോലീസ് സേവനത്തിനിടെ ഇരുവരും നിർവഹിച്ച സേവനങ്ങളെ ചടങ്ങിൽ അനുസ്മരിച്ചു. സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ASI KA രാമകൃഷ്ണൻ, PROP S രഞ്ജിത്ത്, സീനിയർ CPO സുരേഷ് കുമാർ, CPOമാരായ സുമേഷ് കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, കപ്പൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MK ഹൈദർ എന്നിവർ പങ്കെടുത്തു. വിരമിക്കുന്ന ഉദ്യോഗസ്ഥർ നന്ദി പറഞ്ഞു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.